PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നടന്നിട്ടുള്ള എല്ലാ PSC പരീക്ഷകളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യം വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്തരിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അതായത് വിയോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്തരിച്ചിട്ടുള്ള MS സ്വാമിനാഥൻ ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, ഇന്നസെന്റ് ആയിക്കോട്ടെ, P വത്സല ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ 2023 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് PSC പരീക്ഷയ്ക്ക്, അപ്പോൾ ഫാത്തിമ ബീവിയെ കുറിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോരുത്തരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് 2023 അന്തരിച്ചിട്ടുള്ള പ്രസിദ്ധയായിട്ടുള്ള എഴുത്തുകാരി ആരാണ്? P വത്സല അല്ലേ. അപ്പോൾ P വത്സലയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ച് പഠിച്ചേക്കുക. വരുന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി പറ്റും. 2023-24 വർഷങ്ങളിൽ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. ചെറിയ കണക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ P വത്സല എന്ന് പറയുമ്പോൾ P വത്സല എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ജനനം നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടത്. ജനിച്ചത് എവിടെയാണ്? 1938 കോഴിക്കോടാണ് P വത്സല ജനിക്കുന്നത്. P വത്സലയുടെ ജനനം എവിടെയാണ്? 1938 P വത്സല ജനിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ 1938 P വത്സല ജനിക്കുന്നത്. P വത്സല അറിയപ്പെടുന്ന പേരാണ് തിരുനെല്ലിയുടെ കഥാകാരി. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? P വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സല. P വത്സലയുടെ പൂർണ്ണമായ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറക്കുളത്തിൽ വത്സല എന്നുള്ളതാണ് കേട്ടോ. പാറക്കുളത്തിൽ വത്സല എന്നുള്ളതാണ് P വത്സലയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പോൾ P വത്സലയുടെ അച്ഛൻ്റെയും അമ്മയുടെ പേരും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാനങ്ങാട് ചന്തു. അച്ഛൻ്റെ പേരെന്താണ്? കാനങ്ങാട് ചന്തു. അതുപോലെ അമ്മയുടെ പേര് ഈ പത്മാവതിയുടെയും കാനങ്ങാട് ചന്തുവിൻ്റെയും മകളായിട്ടാണ് P വത്സല 1938 കോഴിക്കോട് ജനിക്കുന്നത്. ഓർത്തിരിക്കുക, 1938 കോഴിക്കോടാണ്. 1938 കോഴിക്കോടാണ് P വത്സല ജനിക്കുന്നത്. തിരുനെല്ലിയുടെ കഥാകാരി എന്ന പേരിൽ അറിയപ്പെടുന്നു. പാറക്കുളത്തിൽ വത്സല എന്നുള്ളതാണ് പൂർണ്ണമായ പേര് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി P വത്സലയുടെ ആദ്യത്തെ നോവൽ ഏത്? P വത്സലയുടെ ആദ്യത്തെ നോവലാണ് തകർച്ച എന്ന് പറയുന്നത് കേട്ടോ. തകർച്ച എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നെല്ല് എന്ന് പറയുന്ന നോവലായിരിക്കും കാണാൻ പറ്റുക. പക്ഷേ P വത്സലയുടെ പ്രസിദ്ധമായിട്ടുള്ള നോവലാണ് നെല്ല് എന്ന് പറയുന്നത്. തകർച്ച എന്ന് പറയുന്നത് അധികം അറിയപ്പെടാതെ പോയിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് തകർച്ചയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ P വത്സലയുടെ ആദ്യത്തെ നോവൽ ഏതാണ്? തകർച്ച എന്ന് പറയുന്ന നോവലാണ്. ഈ നെല്ല് എന്ന് പറയുന്ന നോവലാണ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള നോവൽ എന്ന് പറയുന്നത്. ഈ നെല്ല് എന്ന് പറയുന്ന നോവല് സിനിമയാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നെല്ലെന്ന് പറയുന്ന നോവലിനെ സിനിമയാക്കി മാറ്റിയത്, അതിൻ്റെ തിരക്കഥ ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെല്ലിൻ്റെ തിരക്കഥ എഴുതിയത് SL പുരം സദാനന്ദനാണ്. ഈ നെല്ല് എന്ന് പറയുന്ന നോവൽ സിനിമയാക്കിയപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അത് സംവിധാനം ചെയ്തത് ആരായിരുന്നു? രാമു കാര്യാട്ടാണ് ഈ നെല്ലെന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് P വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതികൾ, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ? ആദ്യത്തെ കൃതി നമ്മൾ പറഞ്ഞു നെല്ല് അല്ലെ. ആദ്യത്തെ കൃതിയല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കൃതി നെല്ലാണ്. തകർച്ചയാണ് ആദ്യത്തെ നോവൽ അല്ലെ. അപ്പം തകർച്ച എന്ന് പറയുന്ന P വത്സലയുടെ
ആദ്യത്തെ നോവലാണ്. നെല്ല് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു നോവലാണ്, സിനിമയാക്കി മാറ്റിയിട്ടുള്ള ഒരു നോവലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഈ നെല്ലില് എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലിയിലെ കാടുകളിലൊക്കെയുള്ള ആളുകളുടെ ആദിവാസി വിഭാഗങ്ങളുടെ എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നെല്ല് എന്ന് പറയുന്ന നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന ഈ ഒരു നോവൽ അല്ലെങ്കിൽ ഈ ഒരു കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന കൃതിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേട്ടോ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വർഷം 1976. 1976 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത കൃതിയാണ് വിലാപം എന്ന് പറയുന്നത് കേട്ടോ. വിലാപം. വിലാപം എന്ന് പറയുന്ന കൃതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപം ആസ്പദമാക്കിയിട്ട്, മലബാർ കലാപത്തെ ആസ്പദമാക്കി പി വത്സല രചിച്ചിട്ടുള്ള കൃതിയാണ് വിലാപം എന്ന് പറയുന്നത് കേട്ടോ. മലബാർ കലാപത്തെ ആസ്പദമാക്കി പി വത്സല രചിച്ചിട്ടുള്ള കൃതി ഏതാണ്? വിലാപം എന്ന് പറയുന്ന കൃതിയാണ്. പിന്നെ ഈ നെല്ലെന്ന് പറയുന്ന കൃതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലതാ മങ്കേഷ്കർ അന്തരിച്ചു അല്ലേ. അപ്പം ലതാ മങ്കേഷ്കറിന്റെ ഏക മലയാള ഗാനമാണ് കദളി ചെങ്കദളി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ കദളി ചെങ്കദളി എന്ന് പറയുന്ന ലതാ മങ്കേഷ്കറിന്റെ ഏക മലയാള ഗാനം ഏതിലാണ്? നെല്ല് എന്ന് പറയുന്ന സിനിമയിലാണ് വന്നിട്ടുള്ളത്. നെല്ല് എന്ന് പറയുന്ന സിനിമയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിനിമ ആരാണ് സംവിധാനം, തിരക്കഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നെല്ലെന്ന് പറയുന്ന സിനിമയിലാണ് ലതാ മങ്കേഷ്കറിന്റെ ഏക മലയാള ഗാനമായിട്ടുള്ള കദളി ചെങ്കദളി വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത കൃതിയാണ് ആഗ്നേയം. ഈ ആഗ്നേയം എന്ന് പറയുന്ന കൃതി പഠിക്കുമ്പോൾ അതിലെ കഥാപാത്രവും കൂടെ ഒന്ന് പഠിച്ചേക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നങ്ങേമ അന്തർജനം. നങ്ങേമ അന്തർജനം പ്രധാന കഥാപാത്രമായി വരുന്ന പി വത്സലയുടെ കൃതി ഏതെന്ന് ചോദിക്കാം. ഏതാണ്? ആഗ്നേയം. ആഗ്നേയത്തിലെ കഥാപാത്രമാണ് നങ്ങേമ അന്തർജനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ത്രയങ്ങൾ എന്ന് പറയുന്ന കൃതിയുണ്ട്. ത്രയങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ കൃതിയാണ്. വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ത്രയങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ത്രയങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് പാളയം എന്ന് പറയുന്ന കൃതിയുണ്ട്. പാളയം എന്ന് പറയുന്ന കൃതിയുണ്ട്. ചാവേർ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ചാവേർ. അതുപോലെ തന്നെ കൂമൻ കൊല്ലി. കൂമൻ കൊല്ലി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. കൂമൻ കൊല്ലി എന്ന് പറയുന്ന കൃതിയുണ്ട്. അതുപോലെ തന്നെ കാൽ കാവലാൾ. കാൽ കാവലാൾ എന്ന് പറയുന്നതും പി വത്സലയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതുപോലെ തന്നെ പങ്കുരു പുഷ്പത്തിന്റെ തേൻ. എന്താണ്? പങ്കുരു. പങ്കുരു പുഷ്പത്തിന്റെ തേൻ. പങ്കുരു പുഷ്പത്തിന്റെ തേൻ എന്ന് പറയുന്നതും പി വത്സലയുടെ കൃതിയാണ്. ഗൗതമൻ. ഗൗതമൻ എന്ന് പറയുന്നതും പി വത്സലയുടെ കൃതിയാണ്. തൃഷ്ണയുടെ പൂക്കൾ. തൃഷ്ണ. തൃഷ്ണയുടെ പൂക്കൾ എന്ന് പറയുന്നതും പി വത്സലയുടെ കൃതിയാണ്. മൈഥിലിയുടെ മകൾ. മൈഥിലി. മൈഥിലിയുടെ മകൾ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അതേപോലെ തന്നെ കനൽ വേനൽ. കനൽ വേനൽ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ആദിജലം. ആദിജലം. അരക്കില്ലം. അരക്കില്ലം. ഇതൊക്കെ ആരുടെ കൃതിയാണ്? പി വത്സലയുടെ കൃതിയാണ്. കനൽ വേനൽ, ആദിജലം, അരക്കില്ലം. അതുപോലെ തന്നെ പുലിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് കേട്ടോ. പുലിക്കുട്ടൻ. പുലിക്കുട്ടൻ എന്ന് പറയുന്ന കൃതിക്ക് സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ള പി വത്സലയുടെ കൃതി ഏതാണ്? പുലിക്കുട്ടനാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നിഴലുറങ്ങുന്ന വഴികളാണ്. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. വിലാപവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. പുലിക്കുട്ടനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പി വത്സലയ്ക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്ക്, മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് 2019 പി വത്സലയ്ക്ക് മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
2021 അതുപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം, നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. അപ്പോൾ 2019 മുട്ടത്തുവർക്കി പുരസ്കാരവും 2021 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2019 ഓർത്തിരിക്കുക. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം പി വത്സലയ്ക്ക് ലഭിച്ചത് ഏത് വർഷമാണ്? 2019 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി പി വത്സലയുടെ ആത്മകഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആത്മകഥ അറിയപ്പെടുന്നത് കിളിക്കാലം എന്ന പേരിലാണ്. ഇത് നമ്മൾ കോഡ് യൂസ് ചെയ്ത് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഒരു കിളി പോലെ, കിളിക്കൊഞ്ചൽ പോലെ സംസാരിക്കുന്നത് വാത്സല്യത്തോടെ സംസാരിക്കുമ്പോഴാണ് അല്ലെ. കുട്ടികളോട് വാത്സല്യത്തോടെ സംസാരിക്കുമ്പോൾ നമ്മളൊരു കിളിയുടെ ശബ്ദത്തിലൊക്കെ സംസാരിക്കും എന്നുള്ള രീതിയിൽ കിളിക്കൊഞ്ചൽ, വാത്സല്യം വരുമ്പോൾ കിളിക്കൊഞ്ചൽ എന്നുള്ള രീതിയിൽ കിളിക്കാലം, വാത്സല്യം വത്സല എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരുന്നു അല്ലെ. അപ്പൊ ആത്മകഥയുടെ പേരാണ് എന്താ? കിളിക്കാലം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എപ്പോഴാണ് പി വത്സല അന്തരിച്ചത്? പി വത്സല അന്തരിച്ചത് 2023 നവംബർ 21. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി വത്സലയെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കൃതികൾ കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി വത്സല എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കുക. ഇനി ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോ ദിവസമായിട്ട് പഠിക്കാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്